മോദിജിയെ കുറിച്ച് ആൾക്കാർ പറയുമ്പോൾ അദ്ദേഹത്തിനെ കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് പേര്. കാരണം കക്കൂസ് ഉണ്ടാക്കാൻ നടക്കുന്നു. പക്ഷെ അത് ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രാധാന്യം സമൂഹം തിരിച്ചറിഞ്ഞത്. അദ്ദേഹം ആദ്യം പാർലമെന്റിലേക്ക് കയറുന്ന രംഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത് പാർലമെന്റ് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടാണ് അദ്ദേഹം കയറുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരാമർശം തന്നെ ഞാൻ പ്രധാനമന്ത്രിയല്ല, പ്രധാന സേവകനാണെന്ന്. അതായത് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് പറയുകയും ആ പറഞ്ഞതിനെ ചെയ്യുകയും ആ ചെയ്തതിന്റെ ബാക്കി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കണ്ടിന്യൂഷനാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. ആർത്തവ ശുചിത്വത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഇന്ത്യയിൽ സഞ്ചരിക്കുന്ന സമയത്ത് മണ്ണ് ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കുന്ന, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ മണ്ണ് ഉപയോഗിക്കുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യമാണെന്ന് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു ഞങ്ങളെന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ, കാരണം എല്ലാ മാസവും തുണി അന്വേഷിച്ച് പോകാൻ പറ്റില്ല. അത് അത്ര നമുക്ക് 1-2 ജോഡി ഡ്രസ്സായിരിക്കും ഉണ്ടാവുക, അല്ലെ സാരി ഉണ്ടാവും. അതിനകത്തൊന്ന് തുണി ഇതിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ ഈ ഇത്രയും വില കൂടിയ സാനിറ്ററി നാപ്കിൻസ് വാങ്ങുക എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊന്നും പ്രായോഗികമാകണമെന്നില്ല. അവിടെയാണ് 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ കൊടുത്തത്. ഇന്ന് വരെ ഈ 2014 മുൻപ് എപ്പോഴെങ്കിലും ഗവൺമെന്റിന്റെ 1 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുമെന്ന് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു ഭരണാധികാരിയെ ജനത വിശ്വാസത്തിലെടുക്കുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ വിശ്വാസത്തിലെടുക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. സ്ത്രീ ശാക്തീകരണം അത് കഴിഞ്ഞ 14 തൊട്ട് ഇങ്ങോട്ട് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട്. അതനുസരിച്ച് ആ ശാക്തീകരണത്തിന് ഉള്ളിലെടുത്തുകൊണ്ട് മാറാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ തയ്യാറാവുന്നുണ്ട്. നമസ്കാരം. മോഡിയോടെ ഒരു പതിറ്റാണ്ട്, ഈ സംഭാഷണ പരമ്പരയിലെ 3ാമത്തെ സംഭാഷണമാണ് ഇന്ന് ഇവിടെ സംഭവിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ഭാരതത്തിലെ വിവിധ മേഖലകളിൽ നടന്ന പരിവർത്തനത്തിൻ്റെ, മാറ്റങ്ങളുടെ, ഉടച്ചുവാർക്കലിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് പ്രേക്ഷകരുടെ മുമ്പിൽ ഈ പരിപാടിയിലൂടെ വെക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രതിരോധ രംഗത്തെക്കുറിച്ചും സാമ്പത്തിക രംഗത്തെക്കുറിച്ചുമാണ് സംസാരിച്ചതെങ്കിൽ ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഉണ്ടായ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച്, വനിതാ ശാക്തീകരണത്തെക്കുറിച്ചാണ്. ഇന്ന് അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ജി അഞ്ജനാദേവിയാണ്. ജി അഞ്ജനാദേവി അഭിഭാഷകയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്, ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ സംസ്ഥാന സമിതി അംഗമാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ അഞ്ജന, നമുക്ക് ഈ ഒരു ഇതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു സ്ഥിതിയെക്കുറിച്ച് കൂടി പറയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ശാക്തീകരണം, വനിതാ സംവരണം, ഇതുപോലെയുള്ള കാര്യങ്ങൾ എപ്പോഴും പ്രഖ്യാപനങ്ങളിലും പ്രകടന പത്രികകളിലും ഒക്കെ ധാരാളം ആൾക്കാർ സംസാരിച്ചിരുന്നതാണ്. പക്ഷേ എന്താണ് അതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നത്? എന്താണ് പെട്ടെന്നുണ്ടായ ഈ ഒരു മാറ്റത്തിൻ്റെ ഒരു സംക്ഷിപ്തം? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947-ലാണ്. അതിനുശേഷം നമ്മൾ നിരവധി പൊതു തെരഞ്ഞെടുപ്പുകൾ കണ്ടു. ഇപ്പോൾ RP ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ തിരഞ്ഞെടുപ്പുകളിലെ പ്രകടന പത്രികകളിലൊക്കെ വാഗ്ദാനങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ വരുന്ന ആ വാഗ്ദാനങ്ങൾ, അത് നമ്മുടെ രാജ്യത്തിൻ്റെ 50% വരുന്ന സ്ത്രീ ശക്തിയെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പ്രകടന പത്രികകൾ വന്നിട്ടുള്ളത്. പക്ഷേ അത് എത്രയൊക്കെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതൊക്കെ പൊള്ളത്തരങ്ങളായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നത്. വാഗ്ദാനങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന സമയത്ത് അതില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 2014 തൊട്ട് ഇങ്ങോട്ടുള്ള 10 വർഷക്കാലം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കത് വളരെ കൃത്യമായിട്ട് നമുക്ക് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുക. ശരിക്കും ഈ രാജ്യത്ത് അങ്ങനെ പൂർണ്ണമായി ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? കാരണം ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന രാജ്യമാണിത്, അല്ലേ? എല്ലാ രംഗത്തും സ്ത്രീകൾ, പ്രശസ്തരായ വ്യക്തികളും ഉണ്ടായിരുന്നു. ഉറപ്പായും. കാരണം നമ്മുടെ രാജ്യത്തിന്റെ കരുത്തെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് സ്ത്രീകളിൽ തന്നെയാണെന്നാണ്. കാരണം സ്വാതന്ത്ര്യത്തിന് മുൻപ് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ പല പ്രവർത്തനങ്ങളിലും ശക്തമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് സ്ത്രീകളാണ്. ഇപ്പം നമ്മൾ അതിനുശേഷം ഇപ്പം സ്വാതന്ത്ര്യ സമരത്തിന് മുൻപിൽ ഇപ്പം ഗാന്ധിജിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവരെ കുറിച്ച് ഇപ്പം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അതൊന്നും കടക്കുന്നില്ല. ഇനി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നോക്കിക്കോളൂ, ആ അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അതായത് അഴിമതിയിലും അരാജകത്വത്തിലും മുങ്ങി നിന്ന ഒരു ഇന്ത്യയിൽ ഇവിടെ ഞങ്ങൾക്ക് പട്ടിണിയാണ്, ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് സ്ത്രീകളാണ്.
ഇപ്പം മോദിജി നമ്മുടെ ഈ കോവിഡ് സമയത്ത് പാത്രങ്ങളിൽ കൊട്ടി നിങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞില്ലേ? യഥാർത്ഥത്തിൽ ആ സമരം ശരിക്കും സ്ത്രീകൾ ആരംഭിച്ച സമരമാണ് ഗുജറാത്തിൽ. ഈ 1970 കാലഘട്ടങ്ങളിൽ പൊതുരംഗത്ത്, അതായത് പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ കഴിയാതിരുന്ന, അതായത് തെരുവിലേക്ക് ഇറങ്ങാൻ കഴിയാതിരുന്ന സ്ത്രീകൾ ആ സമരം നടത്തിയ ആൾക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അങ്ങനെയായിരുന്നു. അപ്പോൾ അത് സ്ത്രീകൾ ഇവിടെ അവരുടെ പ്രവർത്തനം എപ്പോഴും ശക്തമായിരുന്നു. പക്ഷെ ആ പ്രവർത്തനത്തിന് വേണ്ട രീതിയിലുള്ള ഒരു അംഗീകാരം, അല്ലെങ്കിൽ ആ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ വെറും വാക്കുകളിൽ മാത്രമായിരുന്നു. അത് ആ കൃത്യമായ രീതിയിൽ അവരുടെ കഴിവിനെ സമൂഹത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പറയുന്നതിൻ്റെ ഒരു അർത്ഥം, പൊതുരംഗത്ത് ഒരു പ്രശസ്തമായ ലെവലിൽ നിന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിലും അടിസ്ഥാന ഇതിലേക്ക്, അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് അത് ഒരിക്കലും എത്തിയിട്ടില്ല. കാരണം എന്നും പാവപ്പെട്ടവന്റെ രാജ്യമായിരുന്നു ഇന്ത്യ. ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകളോളം വെള്ളം അന്വേഷിച്ചു പോകേണ്ടി വരുന്ന ഗതികേട്, അല്ലെങ്കിൽ ആ തൻ്റെ വീടിന്റെ അടുപ്പ് പുകയ്ക്കാൻ വേണ്ടിയിട്ട് ചാണകവരളി ഉണക്കി, അല്ലെങ്കിൽ ഈ പ്രകൃതിക്ക് ഹാനികരമായിട്ടുള്ള പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് പാചകം ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ത്രീകൾ. അപ്പം അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ദയനീയമാണ്. വേറൊരു കാര്യമുണ്ട്, ഈ സ്ത്രീകളുടെ അഭിമാനത്തെ പോലും അതിനെ പോലും ശരിക്കും അംഗീകാരം, അതായത് ഇങ്ങനൊരു അഭിമാന സ്ത്രീക്കുണ്ട് എന്ന് പറയുന്നത്, ആ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സാഹചര്യം അഭിമാനത്തോടെ ചെയ്യാനുള്ള സ്വച്ഛ ഭാരത്, അത് സ്ത്രീക്ക് കിട്ടിയത് എപ്പോഴാ? കാരണം 2014 ശേഷമാണ് നമ്മളത് കാണാൻ സാധിക്കുന്നത്. കാരണം മോദിജിയെ കുറിച്ച് ആൾക്കാർ പറയുമ്പോൾ അദ്ദേഹത്തിനെ കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് പേര്. കാരണം കക്കൂസ് ഉണ്ടാക്കാൻ നടക്കുന്നു. പക്ഷെ അത് ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രാധാന്യം സമൂഹം തിരിച്ചറിഞ്ഞു. കേരളത്തിൽ അത് അധികം അറിയില്ല. പക്ഷെ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്തിട്ടുള്ള ഓരോ മലയാളിക്കും അത് അറിയാം. കാരണം നമ്മളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിന് പുറത്ത് ഭാരതം കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്രമാത്രം ദയനീയമായ സാഹചര്യങ്ങളാണ് ഈ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ടുള്ള നമുക്ക്, അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടുള്ള നമുക്ക്, ഈ 2014 ശേഷമുള്ള ഇത് കാണുന്ന സമയത്താണ് ആ മാറ്റം വളരെ പ്രത്യക്ഷമാണ്. ഇതെങ്ങനെ സാധിക്കുന്നു, അല്ലെങ്കിൽ ഇത് സാധിക്കുമായിരുന്നല്ലോ, ഇത് എന്നെ സാധിക്കുമായിരുന്നു എന്ന് തോന്നുന്നത് അപ്പോഴാണ്. ഇപ്പോൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വനിതാ ശാക്തീകരണത്തിന് ഓരോരോ പദ്ധതികളുണ്ട്. നമുക്ക് ആ പദ്ധതികളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരുപക്ഷെ അഞ്ജനയ്ക്കും അത് തന്നെ അംഗീകരിക്കാൻ സാധിക്കുമായിരിക്കും. ഈ 2014 തുടക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സ്ഥിരമായിട്ട് ഈ വനിതാ ശാക്തീകരണത്തെക്കുറിച്ചും വനിതകളെ കൂടെ കൂട്ടാതെ രാഷ്ട്ര വികസനം സാധ്യമല്ല എന്നൊക്കെ പറയുമ്പോൾ സാധാരണ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്ന പൊള്ളയായ ചില കാര്യങ്ങൾ അതിലൊന്ന് മാത്രമായിട്ട് കണ്ടത്. പക്ഷെ ആ വ്യത്യാസം വളരെ പെട്ടെന്നാണ് ഉണ്ടായത്. അതായത് അദ്ദേഹം ആദ്യം പാർലമെന്റിലേക്ക് കയറുന്ന രംഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത് പാർലമെന്റ് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടാണ് അദ്ദേഹം കയറുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരാമർശം തന്നെ ഞാൻ പ്രധാനമന്ത്രിയല്ല, പ്രധാന സേവകനാണെന്നാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ആദ്യമായിട്ട് രാഷ്ട്രത്തിനെ അഭിസംബോധന ചെയ്യുന്നത് വളരെ ക്യൂരിയോസിറ്റിയോടുകൂടിയാണ് നമ്മൾ കാണാനിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ, ഇപ്പം RP പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞതിൽ എനിക്കന്ന് സ്ട്രൈക്ക് ചെയ്തത്. കാരണം സ്ത്രീകളെയും കൂടി ഈ രാഷ്ട്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ പങ്കാളികളാക്കണം. അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് അത് നമ്മളിങ്ങനെ എല്ലാവരും പറയുന്ന പോലെ ആയിരിക്കാം എന്ന ധാരണയുണ്ടെങ്കിലും പറഞ്ഞത് നരേന്ദ്രമോദിജി ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ആ പരാമർശത്തിനുണ്ടാകും എന്ന് അന്നേ ചിന്തിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണം, എത്ര കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് അദ്ദേഹം ആ അല്ലെങ്കിൽ ആ ഒരു കാര്യം അവിടെ അവതരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ 2024 നിന്ന് നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ പറച്ചിലിൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹം അന്ന് പറഞ്ഞ ആ വാക്യത്തിൻ്റെ എത്രമാത്രം അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഇപ്പോൾ വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നിരവധി പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നടപ്പാക്കുന്നുണ്ട്. എല്ലാ പദ്ധതികളെക്കുറിച്ചും ഒരുപക്ഷെ സംസാരിക്കാൻ നമുക്ക് സമയം അനുവദിക്കില്ല. ഇപ്പോൾ താങ്കളുടെ ഒരു മനസ്സിൽ എടുത്തു പറയാവുന്ന ഒരു 4-5 പദ്ധതികൾ വിവിധ മേഖലകളിലുള്ളത് ഏതായിരിക്കും? വലിയ ഒരു ബുദ്ധിമുട്ടായ ഒരു കാര്യമാണത്. കാരണം ഒരുപാട് പദ്ധതികളുണ്ട്.
നേരത്തെ പറഞ്ഞില്ലേ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും സർവ്വസ്പർശിയാണ്. നമ്മുടെ ഒരാളുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു മേഖലയെയും അദ്ദേഹം മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് പെൺകുട്ടികളിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം ബെട്ടി ബച്ചാവോ ബെട്ടി പഠാവോ എന്ന് പറഞ്ഞു, സുകന്യ സമൃദ്ധി യോജന പറഞ്ഞു. നമുക്കറിയാം, ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ഓർത്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതം അവസാനിപ്പിച്ചിരുന്ന ഒരു നാടാണ് ഭാരതം. നമ്മുടെ ഉസ്ലാംപെട്ടി എന്ന് പറയുന്നത് നമുക്ക് വലിയ ദൂരത്തൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് സ്വപ്നങ്ങളുണ്ട്, അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ച് പറക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അവർ ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു കൃത്യമായ തുക നിശ്ചിത അളവിൽ അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുമ്പോൾ അതോടൊപ്പം ഗവൺമെൻറ് നിക്ഷേപിക്കുകയാണ് അവളുടെ വിദ്യാഭ്യാസത്തിന്, അവളുടെ മുന്നോട്ടുള്ള അവളുടെ ഭാവി സുരക്ഷിതമാക്കാൻ. എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയാണെന്ന് ആലോചിച്ച് നോക്കണം. ഇന്നും വളരെ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അതെ, ഈ പദ്ധതികളുടെ ഒക്കെ ഒരു പ്രത്യേകത ഇത് പ്രഖ്യാപനങ്ങളായിട്ട് അവശേഷിക്കുന്നില്ല. ഈ 2014 തൊട്ട് 2019 തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാം തുടർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ സങ്കല്പ പത്ര പുറത്തിറക്കി. അപ്പോൾ ആ പ്രകടന പത്രിക നോക്കുന്ന സമയത്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ പുതിയതല്ല, നടപ്പിലാക്കിയ കാര്യങ്ങളുടെ തുടർച്ചയാണ്. അതായത് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് പറയുകയും ആ പറഞ്ഞതിനെ ചെയ്യുകയും ആ ചെയ്തതിന്റെ ബാക്കി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കണ്ടിന്യൂഷനാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. അപ്പം ഈ സുകന്യ സമൃദ്ധി യോജന, പിന്നെ വേറെ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നമുക്ക് എത്ര ദൂരം പോയിട്ടാണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ജലം, ഇപ്പം ആ ജൽജീവൻ മിഷൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിലേക്ക് വെള്ളം എത്തുകയാണ്. എത്ര പേരുടെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ്. പിന്നെ വേറൊന്ന് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഉജ്ജ്വൽ യോജന. ഉജ്ജ്വൽ യോജന ഇന്ത്യയിൽ പുരുഷന്മാരെ പോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് സ്ത്രീകൾക്ക് മരണപ്പെടുന്നു, അല്ലെങ്കിൽ ശ്വാസകോശത്തിന് ക്യാൻസർ ഉണ്ടാകുന്നു. കാരണം അവർ പുകവലിക്കാരായതുകൊണ്ടല്ല, ഈ അടുക്കളയിൽ നിന്നുണ്ടാകുന്ന പുക അത് പലപ്പോഴും കയ്യിൽ കിട്ടുന്ന എന്തും എടുത്ത് കത്തിക്കും. അത് പ്ലാസ്റ്റിക് ആണെന്ന് നോക്കത്തില്ല, ടയറാണോ നോക്കത്തില്ല, എന്തും. കാരണം ആഹാരം ഉണ്ടാക്കുകയാണ്, അതിന് തീ വേണം, അതിന് എന്തും. അപ്പം അവിടെയാണ് ഈ ഉജ്ജ്വൽ യോജനയുടെ പ്രസക്തി. എത്രയോ അമ്മമാരുടെ ആരോഗ്യത്തിന്റെ സുരക്ഷിതത്വം കൂടിയാണ് ആ പദ്ധതി ഉറപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ പദ്ധതികളുണ്ട്. പിന്നെ മുദ്ര ലോൺ, അത് എല്ലാവർക്കും വേണ്ടിയുള്ള പദ്ധതിയാണെങ്കിലും അതിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു 60-70% അതിന്റെ ഉപഭോക്താക്കളും കൃത്യമായി അതിനെ ഉപയോഗിച്ച് അതുകൊണ്ട് ജീവിതത്തിനെ കരുപിടിപ്പിച്ച സംരംഭകർ അത് സ്ത്രീകളാണ്. കാരണം അവരുടെ ഒരവസരം കിട്ടുമ്പോൾ, അതായത് ഒരു ഈടുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള പണം തരാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് ബാങ്കുകളിലൂടെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ അവർ പ്രോജക്റ്റുകളായിട്ട് സബ്മിറ്റ് ചെയ്തു. അതിന് ഗവൺമെൻറ് ബാങ്കുകളിലൂടെ പണം കൊടുത്തു. അതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ സംരംഭകരായി, അത് തിരിച്ചടച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം SBIയുടെ ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ഈ പദ്ധതി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് സ്ത്രീകളാണ്. അപ്പോൾ അവസരങ്ങളാണ്. ഈ അവസരം എന്ന് പറയുന്നതിനെ ഉപയോഗപ്പെടുത്താൻ എന്നും നമ്മൾ തയ്യാറാണ്. പക്ഷെ അത് കിട്ടുന്നുണ്ടോ നൂലാമാലകളാണ്. അപ്പം നമുക്കറിയാം, ഇപ്പൊ സാധാരണ ഒരു ബാങ്കിൽ പോയി ഒരു ലോൺ എടുക്കണമെങ്കിൽ ഒരു വക്കീലായതുകൊണ്ട് ബാങ്കിന്റെ ഈ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യുന്നതുകൊണ്ട് അറിയാം എത്ര വർഷം പഴക്കമുള്ള ഡോക്യുമെന്റ് നമ്മൾ ചോദിക്കും. കാരണം അത് ചോദിക്കണം, കാരണം സക്സഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആണോ നമുക്ക് അറിയണം. അത് നമ്മുടെ നോംസ് ആണ്. പക്ഷെ ഇതൊന്നും വേണ്ട, ഒന്നും ഈട് തരണ്ട. നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങളുടെ ഈട്, നിങ്ങളുടെ പ്രൊജക്റ്റാണ് നിങ്ങളുടെ ഈട്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ഭരണാധികാരി ആ പറയുക മാത്രമല്ല, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയല്ലേ. അപ്പം അത് ആ ഒരു പദ്ധതിയെക്കുറിച്ച് നമുക്ക് പറയാം. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് ഈ ആർത്തവ ശുചിത്വത്തിനെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഇന്ത്യയിൽ സഞ്ചരിക്കുന്ന സമയത്ത് മണ്ണ് ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കുന്നത്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ മണ്ണ് ഉപയോഗിക്കുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യമാണെന്ന് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു ഞങ്ങളെന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ, കാരണം എല്ലാ മാസവും തുണി അന്വേഷിച്ച് പോകാൻ പറ്റില്ല. അത് അത്ര നമുക്ക് 1-2 ജോഡി ഡ്രസ്സായിരിക്കും ഉണ്ടാവുക, അല്ലെ സാരി ഉണ്ടോ, അതിനകത്തൊന്ന് തുണി ഇതിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ ഈ ഇത്രയും വില കൂടിയ സാനിറ്ററി നാപ്കിൻസ് വാങ്ങുക എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊന്നും പ്രായോഗികമാകണമെന്നില്ല. അവിടെയാണ് 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ കൊടുത്തത്. ഇത് എത്ര പേർക്കാ? ഒരു നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മാനുഷിക വിഭവശേഷിയാണ് അദ്ദേഹം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പെൺകുട്ടികളുടെ ആ ശുചിത്വം ഉറപ്പാക്കുക, അതൊരു വലിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലേബർ റൂമിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നത്, കാരണം അത് പിന്നെ ഈ മാതൃവന്ദൻ യോജന, ഗർഭിണികളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തത്,
പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് അല്ലെങ്കിൽ ഈ മെറ്റേണിറ്റി ലീവ് വർദ്ധിപ്പിച്ചത്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ ഈ കഴിഞ്ഞ 14 വർഷക്കാലം ഒരു സ്ത്രീയുടെ അഭിമാനത്തിന് വാനോളം ഉയർത്തിയ, അല്ലെങ്കിൽ അവരെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ മാനിച്ച ഒരു 14 തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു 10 വർഷക്കാലം നമുക്ക് കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും എന്ന്. എനിക്ക് അതിനകത്ത് ഏറ്റവും അത്ഭുതം തോന്നിയത് ഈ ലേബർ റൂമിന്റെ കാര്യം. അതായത് ഏറ്റവും അടിസ്ഥാന ഘടകമാണ് അതില്ലേ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ, അതുപോലും ശ്രദ്ധിക്കുന്ന ഒരു ഭരണാധികാരി. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പദ്ധതി ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ഭരണാധികാരി ചിന്തിച്ചിട്ടുണ്ടോ, ലേബർ റൂമിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുക. കാരണം ഒരുപക്ഷെ സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സ്ഥലമാണ് ലേബർ റൂം, ഇല്ലേ? ശാരീരികമായും മാനസികമായും ഉള്ള സംഘർഷം. ആ സമയത്ത് അത്രയും എന്താ പറയാ, ഒരു നല്ല അന്തരീക്ഷം കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. അപ്പൊ അവിടെ നിന്നൊരു ജീവൻ ആരംഭിക്കുകയല്ലേ. അപ്പൊ അവിടെ തൊട്ട് ഉള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി. പിന്നെ ഇതിൽ മിഷൻ ഇന്ദ്രധനുഷ്, നമ്മുടെ വാക്സിനേഷൻ, അതിനുശേഷം പോഷകാഹാര പദ്ധതികൾ, ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജീവന്റെ തുടക്കം മുതൽ ഇങ്ങനെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള നടപ്പിലാക്കൽ ഇവിടെ എല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ പദ്ധതികളിലൂടെ ഒന്ന് ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ചില വിമർശനങ്ങളും കൂടെ പലരും പറയുന്ന ഒരു വിമർശനം, എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ സാന്നിധ്യം ഇന്നുണ്ട്. സയൻറ്റിസ്റ്റുകളുണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, പ്രതിരോധ രംഗത്തുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ സ്വാഭാവികമായ പുരോഗതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതല്ലാതെ ഇത് പ്രത്യേകിച്ച് മോദി കൊണ്ടുവന്ന പ്രത്യേക അനുഗ്രഹങ്ങളൊന്നുമല്ല എന്ന് പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരോട് എങ്ങനെ മറുപടി പറയും? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 2014 വരെയും നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ അവിടെയൊന്നും നമുക്ക് കിട്ടാത്ത അവസരങ്ങളാണ് ഈ കഴിഞ്ഞ 10 വർഷം ഈ നാട്ടിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. എന്തുകൊണ്ട് അത് 2014 മുമ്പ് ഉണ്ടായില്ല? ഇപ്പം ഈ 2019 തിരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ആ തിരഞ്ഞെടുപ്പിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നത് സ്ത്രീകളാണ്. 1952 മുതൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഈ പൊതു തിരഞ്ഞെടുപ്പിൽ ഈ 2019 ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് വോട്ട് രേഖപ്പെടുത്തിയത്, പുരുഷന്മാരെക്കാൾ കൂടുതൽ. കാരണം ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് 2014 തൊട്ടുള്ള 19 വരെയുള്ള 5 വർഷക്കാലം, ആ 5 വർഷക്കാലം കൊണ്ട് തന്നെ സ്ത്രീകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു ഈ നാട്ടിലൊരു മാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ നാട്ടിൽ സംഭവിക്കുന്ന മാറ്റം തങ്ങൾക്കും കൂടി ഗുണപ്രദമാണ് എന്ന തിരിച്ചറിവിൻ്റെ പുറത്ത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, ഒരു തുടർച്ച ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് സ്ത്രീകൾ പുറത്തേക്ക് വന്ന് തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി എന്നാണ് ഞാനതിനെ മനസ്സിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ BJPക്ക് രാഷ്ട്രീയമായി വലിയ പ്രസക്തിയൊന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ന്യൂനപക്ഷങ്ങൾ, ഒരു ട്രഡീഷണലായിട്ട് BJPയെ സപ്പോർട്ട് ചെയ്യാത്ത ജനവിഭാഗങ്ങളുള്ള നിയോജക മണ്ഡലങ്ങളിൽ പോലും, ലോക്സഭാ മണ്ഡലങ്ങളിൽ പോലും BJP ജയിച്ച ഒരുപക്ഷെ ഈ സ്ത്രീകളുടെ വോട്ടും ഉണ്ടാകും. ഉറപ്പായും ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അതിനെ എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഗുണഫലങ്ങൾ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ഉള്ളതല്ല, അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പം എല്ലാവരും അതിന് ഗുണഭോക്താക്കളാണ്. ആ ഗുണഭോക്താക്കളായിട്ടുള്ള സ്ത്രീകൾക്ക് തങ്ങൾക്ക് കിട്ടിയ അവസരത്തിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി നിൽക്കുമ്പോൾ അതിനുള്ള സാഹചര്യം ഒരുക്കിയ ഒന്നിനെ അനുമോദിക്കാൻ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ വേണ്ടി അവർ തയ്യാറാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഇപ്പം RP സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ പോലെ BJPക്ക് ഒരു പക്ഷേ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ആ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും ആൾക്കാർ ജയിച്ചു വന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം, സ്ത്രീകളുടെ വോട്ടായിരിക്കണം. നേരത്തെ അഞ്ജന പറഞ്ഞ ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ആ പഠനത്തിൻ്റെ കാര്യത്തിലും വലിയ മുന്നേറ്റം സ്ത്രീകൾക്കുണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം വായിച്ച ഒരു കാര്യം. STEM ഉണ്ട്, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്, ഈ സ്ട്രീമുകളിൽ പെൺകുട്ടികളുടെ പ്രവേശനം 43% എത്തി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. US-നേക്കാളും UK-യേക്കാളും ജർമ്മനിയേക്കാളും കൂടുതലാണെന്നാണ് പറയുന്നത്. ഒരു വലിയ നേട്ടമാണ് അല്ലേ? വർഷങ്ങൾ മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം എല്ലാ മേഖലയിലും അവസരങ്ങൾ വരുന്ന സമയത്ത് മുന്നോട്ട് വരാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ. പിന്നെ പത്മ അവാർഡിന്റെ കാര്യം എടുത്തു നോക്കൂ. ഇപ്പം 2014 തൊട്ട് എത്രയോ സ്ത്രീകളെയാണ് അനുമോദിക്കപ്പെട്ടിട്ടുള്ളത്. അനുമോദിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ? ഒരിക്കലും അറിയപ്പെടാതെ പ്രദേശത്ത് ഇപ്പൊ ഇവിടെ പരപ്പിയമ്മയ്ക്ക് അവാർഡ് കിട്ടിയ സമയത്താണ് അതായത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൈതച്ചക്കയെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്.
അപ്പം അങ്ങനെയുള്ള ഒരമ്മ, ആ അമ്മയെ തേടി ഈ അവാർഡ് വരിക എന്ന് പറയുമ്പം അത് നമുക്ക് 14 മുന്നൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റില്ല. ഇങ്ങനെ ഒരു അമ്മ ഉണ്ടെന്ന് ഒരിക്കലും നമ്മൾ അറിയില്ല. അപ്പൊ ആ ഒരു വലിയ മാറ്റം, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പത്മ അവാർഡിനെ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇത് അർഹിക്കുന്നവരുടെ കൈകളിലേക്ക്, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന ചെയ്യുന്ന ആൾക്കാരുടെ കൈകളിലേക്ക് അത് എത്തുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഈ സാമൂഹിക രംഗത്ത് വിവിധ മേഖലകളിലുണ്ടായി സ്ത്രീകൾക്കുണ്ടായ പുരോഗതിയെക്കുറിച്ച് പറഞ്ഞു. വീട്ടിനുള്ളിലെ സ്ത്രീകളുടെ അവസ്ഥയിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഈ 10 വർഷങ്ങൾ കൊണ്ട്? അതിന് സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? കുടുംബത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടാക്കിയതൊന്നായിരുന്നു ഈ ജൻധൻ യോജന, സീറോ ബാലൻസ് അക്കൗണ്ട്. ആ പദ്ധതി നടപ്പിലാക്കിയ ഒരു സമയം നമുക്കറിയാം. ഒരു ബാങ്കിൽ നമ്മൾ ചെന്ന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പരിചയക്കാർ വേണം, പരിചയപ്പെടുത്തണം, അങ്ങനെ. ഇതൊന്നുമില്ലാതെ നമുക്ക് അവിടെ ചെന്ന്, അല്ലെങ്കിൽ അവിടെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം, ഒന്നും വേണ്ട, സീറോ ബാലൻസിൽ നിങ്ങൾക്ക് അവിടെ ഇത് നിക്ഷേപിക്കാം, നിങ്ങൾക്കൊരു അക്കൗണ്ട് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് മോദിജി മിണ്ടാതിരുന്നു. പക്ഷെ അതിന് ശേഷം കണക്കെടുത്ത് നോക്കുമ്പം ഈ സീറോ ബാലൻസ് അക്കൗണ്ടിൽ എന്ന് പറഞ്ഞ് തുടങ്ങിയെടുത്ത് ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് ആയിട്ട് കിടന്നില്ല. കാരണം നമ്മൾ വീട്ടിലെ സ്ത്രീകൾ അവരവരുടെ അരിപ്പെട്ടിയിലും വസ്ത്രത്തിനിടയ്ക്കും ബുക്കിനടിയിലും ഒക്കെ വെച്ചിരുന്ന പണം എടുത്തുകൊണ്ടുവന്ന് അവർ ബാങ്കിലിട്ടു. അപ്പം എന്തു പറ്റി? അത് ഈ രാഷ്ട്രത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ആ സമ്പത്ത് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു പദ്ധതി കുടുംബത്തിനകത്തു നിന്ന് ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു. പിന്നെ ഈ നോട്ട് നിരോധനം വന്ന സമയത്ത് ഇത് തന്നെയാണ് സംഭവിച്ചത്. കാരണം കയ്യിലുണ്ടായിരുന്ന ഈ നോട്ടൊക്കെ കൊണ്ടുവന്ന് ബാങ്കിൽ ഇട്ടല്ലോ. അപ്പോൾ അതൊന്ന്. പിന്നെ ഈ കാർഷിക മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം കൃഷി സമ്മാൻ 6000 രൂപ ഒരാളുടെ വീട്ടിലേക്ക് എത്തുകയാണ്, ഒരു കർഷകന്റെ വീട്ടിലേക്ക്. ഇന്ന് വരെ ഈ 2014 മുൻപ് എപ്പോഴെങ്കിലും ഗവൺമെന്റിന്റെ 1 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുമെന്ന് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇതിപ്പോ എന്റെ അക്കൗണ്ടിൽ ഒരു ഇടനിലക്കാരനും ഇല്ല, നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ വരികയാണ്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. ബാങ്കിങ് മേഖലയെ ശക്തിപ്പെടുത്തിയത്, അതും ഈ പറയുന്ന പോലെ ഏറ്റവും താഴെ തട്ടിൽ എത്തിച്ചത് ഒരു വലിയ കാര്യമാണ്. നമുക്ക് പിന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ കയ്യിൽ പൈസ എടുത്തിട്ട് എത്രയോ കാലമായി. പൈസ എടുക്കേണ്ട ആവശ്യമില്ല. എവിടെ പോയാലും ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ളൊരു. അപ്പോൾ അന്ന് നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ 5 രൂപയ്ക്ക് കപ്പലണ്ടി വാങ്ങിച്ചാൽ ഈ കപ്പലണ്ടി കച്ചവടക്കാരന് നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ കയ്യിലുണ്ട് QR കോഡ്. അയാൾ അതും കൊണ്ടാണ് നടക്കുന്നത്. ഇവിടെ മീൻ വിൽക്കാൻ വരുന്ന വീട്ടിൽ വരുന്ന അമ്മച്ചിയുടെ കയ്യിൽ QR കോഡ് ഉണ്ട്, എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പോൾ അമേരിക്കക്ക് ബാങ്കിലേക്കാണ് പോകുന്നത്. അമേരിക്കക്ക് ഇത് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇത്ര താഴെ തട്ടിലേക്ക്, അതായത് സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ തട്ടിൽ പോലും ഈ സേവനങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. എന്തുകൊണ്ട് സാധിച്ചു? ജനം വിശ്വസിക്കുകയും ഇദ്ദേഹത്തിനെ വിശ്വാസത്തിലെടുക്കുകയും, ഇദ്ദേഹത്തിനെന്ന് വെച്ചാൽ ഈ നാട്ടിൽ നടക്കുന്ന പരിവർത്തനത്തിനെ ജനം വിശ്വാസത്തിലെടുക്കുകയും അതിനനുസരിച്ച് മാറാൻ അവർ തയ്യാറാവുകയും ചെയ്തതുകൊണ്ടാണ്. ഇങ്ങനൊരു പദ്ധതി, അല്ലെങ്കിൽ ഈ QR കോഡ് ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല എന്ന് ഒരാൾ പറഞ്ഞ് 10 പേര് പറഞ്ഞ് 100 പേര് പറഞ്ഞ് അത് ഏറ്റുപിടിച്ചിരുന്നെങ്കിൽ ഇതൊരിക്കലും ഫലപ്രദമായിട്ട് വരില്ല. പക്ഷെ ഇത് സുതാര്യമാണ്, ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള കള്ളത്തരങ്ങളും ഇല്ല, ഇത് നല്ലതാണ് എന്ന് ആ ബോധ്യം ജനതയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് സാധിക്കുന്നുണ്ട്, പ്രവൃത്തികൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. ഒരു ഭരണാധികാരിയെ ജനത വിശ്വാസത്തിലെടുക്കുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ വിശ്വാസത്തിലെടുക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. ഈ പാചകവാദത്തിന്റെ കാര്യത്തിലും ഉണ്ടായ വിപ്ലവം, അതും സ്ത്രീകളെ കുറെ കൂടി ശാക്തീകരിക്കുകയും അവരെ കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആക്കുകയും ചെയ്തിട്ടില്ലേ? ഉറപ്പായി. എത്ര സമയമാണ് ലാഭമായത്? കാരണം നമ്മൾ കേരളത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് കേരളം ഒരു എന്താ പറയാ, മുഴുവൻ ഒരു നഗരവൽകൃതമായ ഒരു പ്രദേശമാണ്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം അല്ല. വിഷമം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാചകവാതകം ഇല്ല എങ്കിൽ വിറക് അന്വേഷിച്ചു പോകേണ്ടത് കിലോമീറ്ററുകളോളം ദൂരെയാണ്. അങ്ങനെയൊക്കെ ഉള്ളവരുടെ സമയലാഭം, ആരോഗ്യം, അവർക്ക് എന്താ പറയുക, അതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം അവരൊക്കെ ഇദ്ദേഹത്തിന് വിശ്വാസത്തിലെടുക്കും. ഇതിൻ്റെ ഒരു തുടർച്ച വേണം എന്നവരെല്ലാവരും ആഗ്രഹിക്കും. അതൊരു സ്ത്രീ ശാക്തീകരണം. അത് കഴിഞ്ഞ 14 തൊട്ട് ഇങ്ങോട്ട് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട്. അതനുസരിച്ച് ആ ശാക്തീകരണത്തിന് ഉള്ളിലെടുത്തുകൊണ്ട് മാറാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ തയ്യാറാവുന്നുണ്ട്. നമ്മുടെ പ്രതിരോധ സേനയിലും വലിയ മാറ്റങ്ങളാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ
കേണൽ ഡിന്നിയുമായിട്ട് ഈ പരമ്പരയിൽ തന്നെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 557 കമ്മീഷൻഡ് ഓഫീസേഴ്സാണ് ആർമിയിൽ മാത്രമുള്ളത്. അത് മറ്റു പല മേഖലകളിലേക്കും അത് വരുന്നുണ്ട്. ഒരു വിമർശനമായി ചിലരൊക്കെ പറയുന്നത് BJP സർക്കാരിനോടുള്ള രാഷ്ട്രീയ വിമർശനമാവാം. ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട സ്ത്രീകളെ അവർക്കൊന്നും ഈ വെൽഫെയർ സ്കീംസിൻ്റെ ഒരു ഗുണഭോക്താക്കളായി അവർ മാറുന്നില്ല എന്നൊരു വിമർശനം പറഞ്ഞാൽ അത് യോജിക്കുമോ അതിനോട്? എങ്ങനെ യോജിക്കാൻ പറ്റും നമുക്കതിനോട്? കാരണം ഒരു പദ്ധതിയും ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ബയസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയോ കൊണ്ടുവരുന്നതല്ല, ജനറൽ പബ്ലിക്കിന് വേണ്ടി വരുന്നതാണ്. ഇനിയും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും ഈ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം നോക്കുമ്പം ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഭരണത്തിൻ്റെ സദ്ഗുണം അനുഭവിച്ച ഒന്ന് മുസ്ലിം വനിതകളാണ്. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാകൃതമായിട്ടുണ്ടായിരുന്ന ഒന്നാണ് മുത്തലാഖ്. ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ തലാഖ് 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 എന്ന് 3 തവണ പറഞ്ഞാൽ അവിടെ ജീവിതം തീരുകയാണ്, ഭർത്താവുമായുള്ള ബന്ധം തീരുകയാണ്. അത് എത്രമാത്രം ഒരു സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും? അങ്ങനെ ജീവിതം നഷ്ടപ്പെട്ടു പോയ എത്രയോ സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെ പോലെയുള്ള സ്ത്രീകൾ, അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് മുഴുവൻ ആത്മാഭിമാനം കൊടുത്തില്ലേ മുത്തലാഖ് നിരോധന നിയമം? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് പറയാൻ സാധിക്കുക ഒരു വിഭാഗത്തിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ വിഭാഗത്തിനെ അല്ലേ ഏറ്റവും കൂടുതൽ ഈ നിയമനിരോധനത്തിലൂടെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്? പിന്നെ നേരത്തെ ഈ ആർമി ഓഫീസേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ കഴിഞ്ഞ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് 80% വനിതാ പങ്കാളിത്തം മാത്രമാണ്. അപ്പം അതൊക്കെ ഒരു പറയാ നമുക്ക് ഇതൊരു മനോഭാവത്തിന്റെ മാറ്റവും ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന മാറ്റമാണ്. നമ്മളുടെ ഈ സംഭാഷണം അവസാനിക്കുമ്പോൾ അഡ്വക്കേറ്റ് അഞ്ജന ദേവിക്ക് താങ്കൾ ഈ പറയുന്നത് പോലെ പൊതുജീവിതത്തിൽ വന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ്. ഒരു വനിത എന്നുള്ള നിലയിൽ താങ്കൾ ഈ 10 വർഷങ്ങൾക്കിടയിൽ കാണുന്ന വ്യക്തിപരമായി താങ്കളുടെ അനുഭവത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ കഴിഞ്ഞ 2014 തൊട്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനെ വളരെ സാഗൂതം വീക്ഷിച്ച സമയത്ത് തോന്നിയ ഇതൊക്കെ വെറുതെയാണോ എന്ന് തോന്നിയത് അല്ല എന്ന് ആ 10 വർഷത്തെ ഒരനുഭവമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഞാനൊരു 98 മുതൽ സജീവ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകയാണ്. ആ ഒരു സംഘടനാ പ്രവർത്തനം എനിക്കൊരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യയെ പല ഭാഗത്തു നിന്ന് കാണാനും അറിയാനും ഒക്കെയുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ അറിഞ്ഞ ഇന്ത്യയും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു കുറച്ചു കാലമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഇന്ത്യയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഭാരതം മുഴുവനായിട്ട് ഇങ്ങനെ മാറുകയാണ്. ആ ഒരു മാറ്റം നമുക്ക് മനസ്സിലാവുക യാത്രയിലൂടെയാണ്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പം അഭിമാനത്തോടുകൂടി ഇതാണ് എൻ്റെ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. പിന്നെ ഈ ചന്ദ്രയാനുണ്ടല്ലോ ഇപ്പം, അതിൽ ആ ചന്ദ്രയാനിൽ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് ശിവശക്തി എന്നാണ് നാമകരണം ചെയ്തത്. എന്നുവെച്ചാൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടാണല്ലോ, ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ് സ്ത്രീയും പുരുഷനും എന്ന് പറയുമ്പോൾ അത് പറയുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ ഔദ്യോഗികമായിട്ട് അതിന് ആ പേര് തന്നെ അദ്ദേഹം നേടിയെടുത്തിരിക്കുകയാണ്, ശിവശക്തി. ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനം ജനിപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് എനിക്ക്. ആ പ്രോജക്റ്റിന്റെ പിന്നിലും വലിയൊരു സംഘം ഉണ്ടായിരുന്നു. ഈ തൊഴിലുറപ്പ് പദ്ധതി, നമ്മൾ തൊഴിലുറപ്പിനെ കുറച്ച് കാണുകയല്ല, തൊഴിലുറപ്പ് തൊട്ട് ചന്ദ്രയാൻ വരെ, ഒരു ഉദാഹരണത്തിന് പറഞ്ഞ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഏത് മേഖല എടുത്തു നോക്കിയാലും സജീവമായ സ്ത്രീ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ഉൾക്കൊള്ളാൻ തുടക്കം മുതലേ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ മേഖലയായിട്ട് പറയണ്ട, ഏത് മേഖല നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, ആ മേഖലയിൽ നിങ്ങൾക്ക് അവസരങ്ങളില്ലേ? അങ്ങനെ അവസരങ്ങളില്ല എന്നോർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഏത് മേഖലയിലും നിങ്ങൾക്ക് അവസരമുണ്ട് എന്ന് പറയാതെ അദ്ദേഹം സ്ഥാപിക്കുകയാണ്. 2014 മുതൽ ഈ പദ്ധതികളൊക്കെ ഒരു തുടർച്ചയാണെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ 2024 ഇപ്പോഴത്തെ സർവേയും മറ്റ് രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ സൂചിപ്പിക്കുന്നത് മോദി സർക്കാരിൻ്റെ 3ാം ഊഴം ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പോൾ മുന്നോട്ടുള്ള ആ ഒരു യാത്രയെക്കുറിച്ച് താങ്കളുടെ പ്രതീക്ഷ എന്താണ്? എൻ്റെ പ്രതീക്ഷ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. കാരണം ആത്മനിർഭർ ഭാരത് 2047 അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത്. 2047 ആകുമ്പോൾ വൈജ്ഞാനിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ, സമസ്ത മേഖലയിലും ലോകത്തിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഇന്ത്യ, ഇതാണ് അദ്ദേഹം നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 2047 ഒരു കുതിപ്പ്, അതാണ് ആത്മനിർഭർ ഭാരതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഭാരതം സൃഷ്ടിക്കപ്പെടും. ആ ഇന്ത്യ കാണാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യയിലേക്കുള്ള യാത്രയിലാണ് നമ്മളെന്നാണ് ഒരു പ്രതീക്ഷയാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അഞ്ജന ദേവി. എനിക്ക് ഒരുപാട് സന്തോഷം. വളരെ സന്തോഷം. ശരിക്കും മോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ
ഒരു പുതിയ യുഗത്തിൻ്റെ ആ ഒരു 10 വർഷം കൂടി ആയിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് അഡ്വക്കേറ്റ് അഞ്ജന ദേവി ഇവിടെ വിവരിച്ച വിവിധ വിഷയങ്ങളിലുള്ള സ്ത്രീ മുന്നേറ്റത്തിൻ്റെ കഥകൾ. തീർച്ചയായിട്ടും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം. നമസ്കാരം.